Hello, my dear students. Here we are going to study Module 4 from Engineering Mechanics. As we all know, the new syllabus of Engineering Mechanics containing only 5 modules. The first 3 modules are under the topic Statics and the 4th and 5th module are under the topic Dynamics. So, here we are going to study about the dynamics. We all know the dynamics is the branch of mechanics which deals with the study of motion of a body. Here the syllabus of module 4, that is dynamics, rectilinear translation, equation of kinematics review, kinetics, equation of motion, D'Alembert's principle, motion on horizontal and motion on inclined surface, motion of connected bodies, impulse momentum equation and work energy equation concept only, curvilinear translation, equation of kinematics, projectile motion review, kinetics, equation of motion, moment of momentum and work energy principle concept only. ഈ സിലബസ് നോക്കുമ്പോൾ നമുക്കറിയാം ഇതിലെ ഇക്വേഷൻ ഓഫ് കൈനമാറ്റിക്സ് ആൻഡ് ദ പ്രൊജക്റ്റൈൽ മോഷൻ, ഡിഅലെംബർട്ട്സ് പ്രിൻസിപ്പിൾ, കൈനറ്റിക്സ് ഇതെല്ലാം നമ്മൾ പണ്ട് കേട്ടിട്ടുള്ളതാണ്. അതായത് +2 ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ടോപ്പിക്കാണിത്. ഇതിൻ്റെ റിവ്യൂ മാത്രമേ ഇവർ പറയുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും വേണ്ട, റിവ്യൂ മാത്രം. ആൻഡ് ഓൾസോ ഇമ്പൾസ് മൊമെൻറ്റം ഇക്വേഷനും വർക്ക് എനർജി ഇക്വേഷനോ മൊമെൻ്റ് ഓഫ് മൊമെൻറ്റോ ഒക്കെ കൺസെപ്റ്റ് മാത്രം മതി. മോസ്റ്റ് പ്രോബബ്ലി ഇതിന്ന് പ്രോബ്ലംസ് ചോദിക്കാൻ ചാൻസ് കുറവാണ്. ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രം നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഈ 4th മൊഡ്യൂളിൻ്റെ പാർട്സുകൾ ഏതൊക്കെയാണ്, അതായത് ഈ 4th മൊഡ്യൂളിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് നമുക്ക് നോക്കാം. പറഞ്ഞു മെക്കാനിക്സിലെ 2 ബ്രാഞ്ചിലെ ഒരു ബ്രാഞ്ചായിട്ടുള്ള ഡൈനാമിക്സിനെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നത്. ഈ ഡൈനാമിക്സിൽ തന്നെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം, കൈനറ്റിക്സ് and kinematics. Kinematics is the branch of dynamics which deals with the study of motion of a body without considering the force acting on it. Okay, kinematics. Okay, kinematics മാറ്റിയിട്ട്, ഫോഴ്സിനെ മാറ്റിയിട്ടാണ് നമ്മൾ ഈ സ്റ്റഡി നടത്തുന്നത്. നെക്സ്റ്റ് കൈനറ്റിക്സ്. Kinetics is the branch of dynamics which deals with the study of motion of a body with considering the force acting on it. ഓക്കെ, ഫോഴ്സിനെ കൺസിഡർ ചെയ്യുന്നതാണ് കൈനറ്റിക്സ്, ഫോഴ്സിനെ കൺസിഡർ ചെയ്യാത്ത സ്റ്റഡിയാണ് കൈനമാറ്റിക്സ്. അപ്പോൾ ഡൈനാമിക്സിൽ ഈ 2 ബ്രാഞ്ചുണ്ട്. നമ്മൾ ഡൈനാമിക്സ് ആണ് പഠിക്കുന്നത്. ഡൈനാമിക്സിൽ തന്നെ ഫോഴ്സിനെ കൺസിഡർ ചെയ്തിട്ടൊരു സ്റ്റഡി ഉണ്ട്, ഫോഴ്സിനെ കൺസിഡർ ചെയ്യാത്തൊരു സ്റ്റഡി ഉണ്ട്. ഡൈനാമിക്സ് പറഞ്ഞാൽ മോഷനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ചാണ്, നമുക്കറിയാം അല്ലേ. പല ടൈപ്പ് മോഷൻസ് ഉണ്ട്. നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ തന്നെ പല ടൈപ്പിലുള്ള മോഷൻസ് കാണാം. ഇതിൽ കുറച്ച് എക്സാമ്പിൾസിൻ്റെ ഫിഗേഴ്സാണ് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ളത്. വൈബ്രേഷൻസ്, ലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ. ഈ കർവിലീനിയർ മോഷനിലാണ് നമ്മൾ പ്രൊജക്റ്റൈൽ മോഷനൊക്കെ ഇനി പഠിക്കാൻ പോകുന്നത്. ഓസിലേഷൻസ്, സർക്കുലാർ മോഷൻ, റൊട്ടേറ്ററി മോഷൻ. ഇതിലില്ലാത്ത വേറെ ഏതൊക്കെ മോഷൻ നമുക്കറിയാം. ഇപ്പോൾ വീലിൻ്റെ ടയറിലെ മോഷൻ, ഓക്കെ, കാറിലെ ചക്രങ്ങളിലെ മോഷൻ, അതെന്താ, റൊട്ടേഷൻ ആണോ, ലീനിയർ ആണോ? ഇറ്റ്സ് എ കമ്പൈൻഡ് മോഷൻ ഓഫ് ലീനിയർ ആൻഡ് റൊട്ടേഷൻ മോഷൻ. ഇങ്ങനെ പല ടൈപ്പിലുള്ള മോഷൻസ് നമുക്ക് പുറത്തേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിനൊന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഓക്കെ, മെയിൻലി ദ മോഷൻ ഈസ് ഡിവൈഡഡ് ഇൻ ടു ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മൂവ്മെൻറ്റ് ഓഫ് എ ബോഡി എലോങ് എ ലൈൻ. ഒരു ലൈനിലൂടെയാണ് നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നത്. ഒരു ലൈൻ നമ്മൾ ബോഡി ഫോളോ ചെയ്യുന്ന പാത്ത് ഈസ് എ ലൈൻ, ദെൻ ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ലേഷൻ. വെൻ അവർ ബോഡി മൂവിങ് ത്രൂ എ കോൺസെൻട്രിക് സർക്കുലർ പാത്ത്, then it is called rotation motion. This translation motion is again divided as rectilinear translation and curvilinear translation. Okay, rectilinear പറഞ്ഞാൽ, ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ലൈനിലൂടെ നമ്മളെ പാത്തൊരു ലൈനാണെങ്കിലാണ്. ഈ ലൈന് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അതിനെ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയും. ഈ ലൈൻ ഒരു കർവ്ഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് കർവിലീനിയർ മോഷൻ എന്ന് പറയും. അപ്പോൾ ഈ മൊഡ്യൂളിൽ നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നതിനെ കുറിച്ചാണ് പഠിക്കുന്നത്.
ആ പഠിക്കുന്നത് തന്നെ ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ടും പഠിക്കണം, ഫോഴ്സ് കൺസിഡർ ചെയ്യാതെയും പഠിക്കണം. ദാറ്റ് ഈസ് കൈനമാറ്റിക്സും പഠിക്കണം, കൈനറ്റിക്സും പഠിക്കണം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ദർ ആർ 3 ടൈപ്സ് ഓഫ് മോഷൻ. ദാറ്റ് ഈസ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ ഉണ്ട്, കർവിലീനിയർ ട്രാൻസ്ലേഷൻ ഉണ്ട്. രണ്ടും കൂടിയാണ് ട്രാൻസ്ലേഷൻ. സോ ദർ ഇസ് 2 ട്രാൻസ്ലേഷൻ, റെക്റ്റിലീനിയർ ആൻഡ് കർവിലീനിയർ, ആൻഡ് ഓൾസോ റൊട്ടേഷൻ മോഷൻ. റെക്റ്റിലീനിയർ അതായത് ലീനിയർ പാത്ത് കൂടെ മൂവ് ചെയ്യുമ്പോൾ ഫോഴ്സ് കൺസിഡർ ചെയ്തിട്ടൊരു സ്റ്റഡി ഉണ്ട്, ഫോഴ്സ് കൺസിഡർ ചെയ്യാത്ത സ്റ്റഡി. കർവിലീനിയറിലാവുമ്പോഴും കൈനമാറ്റിക്സ് ഉണ്ടാവും, അതിൻ്റെ കൈനറ്റിക്സ് ഉണ്ടാവും. റൊട്ടേഷൻ പഠിക്കുകയാണെങ്കിലും അതിൻ്റെ കൈനറ്റിക്സും പഠിക്കണം, കൈനമാറ്റിക്സും പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ 4th മൊഡ്യൂളിനെ നമുക്ക് മെയിനായിട്ട് 4 ഡിഫറെൻറ്റ് പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 2 ടൈപ്പ് മോഷനാണുള്ളത്, റെക്റ്റിലീനിയറും കർവിലീനിയറും ട്രാൻസ്ലേഷനിൽ. അതിൻ്റെ കൈനറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ മോഷൻ, അതേപോലെ കൈനമാറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ മോഷൻ, ദെൻ കൈനറ്റിക്സ് ഓഫ് കർവിലീനിയർ മോഷനും കൈനമാറ്റിക്സ് ഓഫ് കർവിലീനിയർ മോഷനും. ഇങ്ങനെ മൊഡ്യൂൾ 4നെ നമുക്ക് മെയിനായിട്ട് 4 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യാം. റൊട്ടേഷൻ മോഷൻ, അതായത് കൈനറ്റിക്സ് ഓഫ് റൊട്ടേഷൻ മോഷനും കൈനമാറ്റിക്സ് ഓഫ് റൊട്ടേഷൻ മോഷനും മൊഡ്യൂൾ 5 വരുന്നുള്ളൂ. നമുക്കിവിടെ പഠിക്കേണ്ടത് ഈ ഫസ്റ്റ് 4 പാർട്സ് ആണ്. അതിൽ ഫസ്റ്റ് പാർട്ട് എടുക്കുക, കൈനറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ മോഷൻ. ഈ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ പഠിക്കാനുള്ള ടോപ്പിക്സ് ആണ് കൈനറ്റിക്സ്, ദാറ്റ് ഈസ് ഇക്വേഷൻ ഓഫ് മോഷൻസ്, ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ. ഡിഅലംബേർട്സ് പ്രിൻസിപ്പിളിൻ്റെ ബേസിൽ നമുക്ക് 3 ഡിഫറെൻറ്റ് ടോപ്പിക്സ് ഉണ്ട്. മോഷൻ ഓൺ ഹൊറിസോണ്ടൽ സർഫസ്, മോഷൻ ഓൺ ഇൻക്ലൈൻഡ് സർഫസ്, മോഷൻ ഓൺ കണക്റ്റഡ് ബോഡീസ്. ഈ ഒരു ടോപ്പിക്കിൻ്റെ വീഡിയോ, യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിത് പഠിച്ചതാണ്, ഒന്നുകൂടി റെഫർ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ ക്ലാസ്സിൽ നമ്മളിത് എടുത്തിട്ടുള്ളതാണ്, അതൊന്ന് റെഫർ ചെയ്യുക. പഠിക്കാത്തവർ യൂട്യൂബ് വീഡിയോ സെർച്ച് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഷെയർ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ടോപ്പിക്കാണ് കൈനമാറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. ദാറ്റ് ഈസ് കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ എന്താണോ നമ്മളെ ഈ മോഷന് കാരണമായ ഫോഴ്സ് അത് കൺസിഡർ ചെയ്യുന്നില്ല, കൈനമാറ്റിക്സ് ആണ്. അപ്പോൾ ഈ ടോപ്പിക്ക് നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നില്ല, പകരം കൺസിഡർ ചെയ്യുന്നത് വെലോസിറ്റി എന്താ, ആക്സിലറേഷൻ എന്താ, പൊസിഷൻ എന്താ, ടൈം എന്താ, ഡിസ്റ്റൻസ് എന്താ, ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ, ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം വെലോസിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ഏതൊക്കെയാണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as. ഇങ്ങനത്തെ കുറച്ച് ഇക്വേഷൻ നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ബേസിക് ആയിട്ടുള്ള 3 ഇക്വേഷൻ. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൈനമാറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. ലീനിയർ പാത്ത് കൂടെ മൂവ് ചെയ്യുന്ന ബോഡീൻ്റെ ഫോഴ്സ് കൺസിഡർ ചെയ്യാതെയുള്ള പ്രോബ്ലംസാണ് നമ്മൾ പഠിക്കാനുള്ളത്. മുന്നേ പഠിച്ചിട്ടുള്ളതാണ്, നമുക്കറിയുന്ന ഇക്വേഷൻസാണ്. ആംഗുലറും ലീനിയറും ഈ ഇതിൽ തന്നിട്ടുണ്ട്. ആംഗുലർ ഇപ്പം നോക്കേണ്ട ആവശ്യമില്ല, നമുക്കിവിടെ എന്ത് മാത്രം മതി? ലീനിയർ മാത്രം മതി. ലീനിയറിൻ്റെ താഴെയുള്ള ഇക്വേഷൻസ് ഒന്നുകൂടി ശ്രദ്ധിക്കുക. വി ഈസ് ഈക്വൽ ടു വി നോട്ട് പ്ലസ് എ ടി. ഹിയർ വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, v0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, ടി എന്ന് പറഞ്ഞാൽ ടൈം. നെക്സ്റ്റ് എക്സ് ഇസ് ഈക്വൽ ടു v0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ്, ദെൻ ബാക്കിയൊക്കെ നമുക്കറിയാം. ഇവിടെ നമ്മൾ ചിലപ്പോൾ v0ക്കൊക്കെ പകരം യു ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുക. വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഈക്വൽ ടു 2as എന്നൊക്കെ അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. നമുക്കിഷ്ടമുള്ള നൊട്ടേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. നിങ്ങളേതാണോ +2 പഠിച്ചത് അത് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിലെ ഫസ്റ്റ് പാർട്ടിൽ പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് കൈനമാറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള 3-4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് കംപ്ലീറ്റ് ആക്കണം. പിന്നുള്ളതായിരുന്നു എന്ത്? കൈനറ്റിക്സ് ഓഫ് റെക്റ്റിലീനിയർ മോഷൻ. അത് നമ്മൾ ഡിഅലംബേർട്സ് പ്രിൻസിപ്പിൾ, അതായത് എഫ് ഇസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. അതായത് ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ 4 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാൻ നോക്കുകയാണ്. ഫസ്റ്റ് പ്രോബ്ലം, എ മോഷൻ ഓഫ് പാർട്ടിക്കിൾ ഇസ് ഡിസ്ക്രൈബ്ഡ് ബൈ ആൻ ഇക്വേഷൻ
ഡിസ്പ്ലേസ്മെൻറ്റ് എസ് ഇസ് ഈക്വൽ ടു 5t സ്ക്വയർ മൈനസ് 7t പ്ലസ് 2. ഫൈൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ വെൻ ടൈം ഇസ് ഈക്വൽ ടു 2 സെക്കൻഡ്. സെക്കൻഡ് പാർട്ട്, മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കറസ്പോണ്ടിങ് വെലോസിറ്റി ആൻഡ് ആക്സലറേഷൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്കിവിടെ ഒരു പാത്തിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് തന്നിട്ടുണ്ട്. എസ് ഇസ് ഈക്വൽ ടു 5t സ്ക്വയർ മൈനസ് 7t പ്ലസ് 2 ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലാണ് തന്നിട്ടുള്ളത്. ഇവിടെ ടീൻ്റെ വാല്യൂ 2 സെക്കൻഡ് ആവുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കണം, വെലോസിറ്റി കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് പാർട്ട് അതാണ്. അപ്പോൾ എസ് നമുക്ക് ഓൾറെഡി ഗിവൺ ആണ്, 5t സ്ക്വയർ മൈനസ് 7t പ്ലസ് 2. എങ്ങനെ നമ്മൾ വെലോസിറ്റി കണ്ടുപിടിക്കുക? വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്, റൈറ്റ്? സോ വെലോസിറ്റി ഈക്വൽ ടു ds ബൈ dt. മുകളിൽ തന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷനെ dt വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. അപ്പോൾ 5t സ്ക്വയർ എന്നുള്ളത് എന്തായി? 5 × 2 × t മൈനസ് 7, ദാറ്റ് ഈസ് 10t മൈനസ് 7. ആക്സലറേഷൻ എന്താ? ഇറ്റ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, ദാറ്റ് ഈസ് d ബൈ dt ഓഫ് വെലോസിറ്റി. മുകളിൽ തന്ന 10t മൈനസ് 7നെ ഒന്നുകൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്തു വിത്ത് റെസ്പെക്ട് ടു ടി. ദർഫോർ നമ്മളെ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു 10 കിട്ടി. ഇനി t 2 സെക്കൻഡ് ആകുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടീൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും എന്ന് നോക്കാം. 5 × 2 സ്ക്വയർ മൈനസ് 7 × 2 പ്ലസ് 2 8 മീറ്റർ എന്ന് കിട്ടും. വെലോസിറ്റീൻ്റെ 10t മൈനസ് 7 എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഇതേപോലെ ടീൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 13 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ആക്സിലറേഷൻ്റെ 10 ഉള്ളൂ, ടീൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ആക്സിലറേഷൻ ഈസ് എ കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഫസ്റ്റ് പാർട്ടാണിത്. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, വെലോസിറ്റിൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്, ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് 8. ഓക്കെ, സെക്കൻഡ് പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് പറയുന്നത് ക്വസ്റ്റ്യൻ എവിടെ? മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് കറസ്പോണ്ടിങ് വെലോസിറ്റി ആൻഡ് ആക്സിലറേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, മിനിമം ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മൾ പണ്ട് പ്ലസ് 2 പഠിച്ചിട്ടുണ്ട്. ഏതൊരു സാധനത്തിൻ്റെ മിനിമം വാല്യൂ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ 0 ആയിരിക്കും. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ മിനിമം ആണ് ആക്കേണ്ടത്. ദാറ്റ് ഈസ് ഡിഫറൻഷിയേഷൻ ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ് ഇസ് ഈക്വൽ ടു 0, ds ബൈ dt ഈക്വൽ ടു 0. ds ബൈ dt എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി 0 ആവുമ്പോഴുള്ള ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ, വിൻ്റെ വാല്യൂ, ആക്സിലറേഷൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ v0 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം 10t മൈനസ് 7 ആണെന്ന്. ദാറ്റ് ഈസ് 10t മൈനസ് 7 ഈക്വൽ ടു 0 ആകുമ്പോഴുള്ള വാല്യൂസാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് t ഈസ് ഈക്വൽ ടു 7/10 സെക്കൻഡ്സ് എന്ന് കിട്ടും. അതായത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ t 2 സെക്കൻഡ് ആകുമ്പോഴത് കണ്ടുപിടിച്ച പോലെ ഇവിടെ t 7/10 ആകുമ്പോഴുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്പ്ലേസ്മെൻറ്റിൽ 7/10 ടൈമിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മൈനസ് 4.5 മീറ്റർ എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റിൽ ഡയറക്ഷൻ നോക്കാത്തതുകൊണ്ട് പ്ലസ് വാല്യൂ എടുത്താൽ മതി, ദാറ്റ് ഈസ് 0.45 മീറ്റർ. വെലോസിറ്റിയിൽ ഈ ഇക്വേഷൻസ് ടീൻ്റെ വാല്യൂ 7/10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ആക്സിലറേഷൻ 10 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് പ്രോബ്ലംസ് ചെയ്യുക. ഈ പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അറിയുന്നതായതുകൊണ്ട്. പക്ഷേ ഫസ്റ്റ് പ്രോബ്ലം ആയതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഈ 3-4 ഇക്വേഷൻസും dv/dt എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണെന്നും ds/dt എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണെന്നും ഉള്ള കൺസെപ്റ്റ് മാത്രം മതി നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യാൻ. അടുത്തുള്ള 2 പ്രോബ്ലംസ്, പ്രോബ്ലം 2ഉം പ്രോബ്ലം 3ഉം അസൈൻമെൻറ്റ് പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലം ചെയ്ത് വിത്തിൻ ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ആൻസർ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതായിട്ടും കമ്പയർ ചെയ്തിട്ട് വേണം നിങ്ങൾ ഫൈനൽ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, മൊഡ്യൂൾ പ്രോബ്ലം 2 എന്ന് പറയുന്നത് a motion of particle is defined by s is equal to 2t cube minus 6t square plus 15. Determine the position, acceleration when velocity is 0, then velocity is minimum. അപ്പോൾ ഫസ്റ്റ് വെലോസിറ്റി 0 ആവുമ്പോഴുള്ള പൊസിഷനും ആക്സിലറേഷനും കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്.
ഡിസ്പ്ലേസ്മെൻ്റ് അല്ല ഇവിടെ 0, ഇവിടെ എന്താ 0 ആവേണ്ടത്? വെലോസിറ്റിയാണ്. അപ്പോൾ നമ്മൾ എസ്സിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് v = ds/dt എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. ആ വെലോസിറ്റിൻ്റെ വാല്യൂ 0 ആണെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടും. നേരത്തെ പ്രോബ്ലം ചെയ്ത പോലെ തന്നെ നമുക്ക് ടീക്ക് ഒരു വാല്യൂ കിട്ടും. ഈ ടീൻ്റെ വാല്യൂ എസിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസ് കിട്ടും, 7 മീറ്റർ എന്ന് കിട്ടണം. ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 12 m/s² എന്ന് കിട്ടണം. രണ്ടാമത്തേത് വെലോസിറ്റി മിനിമമാണ്. നേരത്തെ പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ തന്നെ വെലോസിറ്റി മിനിമം ആവണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റിൻ്റെ ഡിഫറൻസിയേഷൻ്റെ വാല്യൂ എന്തായിരിക്കണം? 0 ആണ്. ദാറ്റ് ഈസ് dv/dt = 0. dv/dt എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ = 0. അപ്പോൾ മുകളിലെ ഫസ്റ്റ് പാർട്ട് വെലോസിറ്റി 0 എന്ന് ഡയറക്റ്റ് തന്നു. സെക്കൻഡ് പാർട്ടിൽ ആക്സിലറേഷൻ 0 ആകുമ്പോഴുള്ള കേസാണ് ചോദിക്കുന്നത്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചാണ് ദ വെലോസിറ്റി ഈസ് മിനിമം. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എസിൻ്റെ വാല്യൂ 11 മീറ്റർ എന്നും ആക്സിലറേഷൻ 0 m/s² എന്നും കിട്ടണം. അസൈൻമെൻറ്റ് പ്രോബ്ലമാണ്. പ്രോബ്ലം 2 അസൈൻമെൻറ്റ് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. അടുത്ത പ്രോബ്ലം 3. An automobile travels 360 meter in 30 seconds while being accelerated at a constant rate of 0.5 m/s². Determine initial velocity, second one final velocity, third one distance traveled during the first 10 seconds. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മളുടെ ആദ്യത്തെ റെക്റ്റിലീനിയർ ട്രാൻസ്ലേഷൻ്റെ 3 ഇക്വേഷൻ ഇല്ലേ? ദാറ്റ് ഈസ് v = u + at, s = ut + ½ at² ആൻഡ് v² - u² = 2as. ഈ 3 ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഈ പ്രോബ്ലംസ് ചെയ്യേണ്ടത്. ആ 3 ഇക്വേഷനിലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നോക്കുക. ഇവിടെ 360 എന്ന് പറഞ്ഞാൽ എസിൻ്റെ വാല്യൂ ആണ് 360. 30 സെക്കൻഡ്സ് എന്ന് പറയുന്നത് ടി ആണ്. 0.5 m/s² എന്ന് പറയുന്നത് ആക്സിലറേഷനാണ്. ഒരുവിധം എല്ലാ വാല്യൂസ് തന്നിട്ടുണ്ട്. ഈ 3 ഇക്വേഷനിൽ ഏതെങ്കിലും ഒക്കെ ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് യുവിൻ്റെ വാല്യൂ ഇനീഷ്യൽ വെലോസിറ്റി കിട്ടും, ഫൈനൽ വെലോസിറ്റി v കിട്ടും, ആൻഡ് സി ഡിസ്റ്റൻസ് ട്രാവൽഡ് 10 സെക്കൻഡ് ആകുമ്പോഴുള്ള ഡിസ്റ്റൻസ് ട്രാവൽഡ് 17 മീറ്റർ എന്ന് കിട്ടണം. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഈ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. Okay, that's all for today. Thank you so much. Bye.